കെ ബാബുവിന്റെ രാജി സ്വീകരിക്കേണ്ടതില്ലെന്ന് UDF യോഗത്തിൽ തീരുമാനം. മാണി തിരികെ വരണമെന്നും UDF യോഗത്തിൽ പൊതുവികാരം. മുഖ്യമന്ത്രിക്കെതിരെ ഗൂഢാലോചന നടന്നുവെന്ന് തിരുവനന്തപുരത്ത് നടന്ന മുന്നണി യോഗത്തിൽ വിലയിരുത്തി. വിവരങ്ങളുമായി ദിനകർ ചേരുന്നുണ്ട്. ദിനകർ, ഈ വിഷയങ്ങളെ എങ്ങനെയാണ് UDF യോഗം വിലയിരുത്തിയത്? സൗമ്യ, കെ ബാബുവിന്റെ രാജി സ്വീകരിക്കേണ്ടതില്ലെന്നാണ് UDF കക്ഷി നേതാക്കളുടെ യോഗത്തിൽ തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത്. ബാർക്കോഴ കേസിൽ രാജിവെച്ച KM മാണി മന്ത്രിസഭയിൽ തിരികെ എത്തണമെന്നും UDF യോഗം ആവശ്യപ്പെട്ടു. സരിത എസ് നായരുടെ വെളിപ്പെടുത്തലുകൾക്ക് പിന്നിലെ ഗൂഢാലോചന സർക്കാർ അന്വേഷിക്കണമെന്നും UDF യോഗം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് കെ ബാബുവിന്റെ രാജി സ്വീകരിക്കേണ്ടതില്ല എന്ന തീരുമാനമെന്ന് UDF കൺവീനർ PP തങ്കച്ചൻ വ്യക്തമാക്കി. അതോടൊപ്പം തന്നെ KM മാണി മന്ത്രിസഭയിലേക്ക് തിരികെ എത്തണമെന്നും UDF യോഗം ആവശ്യപ്പെട്ടു. ഇക്കാര്യത്തിൽ KM മാണിയും കേരള കോൺഗ്രസ് പാർട്ടിയുമാണ് തീരുമാനമെടുക്കേണ്ടതെന്നും PP തങ്കച്ചൻ വ്യക്തമാക്കുകയുണ്ടായി. നിയമപരമായ വശങ്ങൾ പരിശോധിച്ചാവണം KM മാണി തീരുമാനമെടുക്കേണ്ടതെന്നും തങ്കച്ചൻ വ്യക്തമാക്കുകയുണ്ടായി. KM മാണിക്ക് അനുകൂലമായി വിജിലൻസ് റിപ്പോർട്ട് നൽകിയിരിക്കുന്ന പശ്ചാത്തലത്തിൽ അദ്ദേഹം മന്ത്രിസഭയിലേക്ക് തിരികെ എത്തണമെന്നുള്ള ഒരു നിലപാടാണ് UDF യോഗം കൈക്കൊണ്ടത്. പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ KM മാണിയെ അനുനയിപ്പിച്ച് നിർത്തുക എന്ന ലക്ഷ്യം കൂടി ഇതിന് പിന്നിലുണ്ട്. പ്രത്യേകിച്ച് KM മാണി കഴിഞ്ഞ ദിവസങ്ങളിൽ BJP അധ്യക്ഷൻ അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് അടക്കമുള്ള വാർത്തകൾ പുറത്തുവന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരം ഒരു തീരുമാനം UDF കൈക്കൊണ്ടത് എന്നതും ശ്രദ്ധേയമാണ്. അതോടൊപ്പം കെ ബാബുവിന്റെ രാജി സ്വീകരിക്കേണ്ടതില്ല എന്ന UDF കക്ഷി നേതാക്കളുടെ യോഗത്തിൽ തീരുമാനം ഉണ്ടാകാനിടയായ സാഹചര്യം സ്വാഭാവികമായും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെയും അതോടൊപ്പം തന്നെ ആര്യാടൻ മുഹമ്മദിനെതിരെയും വിജിലൻസ് FIR രജിസ്റ്റർ ചെയ്ത കേസ് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഹൈക്കോടതി ഇത് സ്റ്റേ ചെയ്ത സാഹചര്യത്തിൽ കെ ബാബു മാത്രം പുറത്തു നിൽക്കുന്നത് അനുചിതമാകും, അത് തങ്ങൾക്കും തിരിച്ചടിയാകും എന്ന ഒരു തിരിച്ചറിവിൽ നിന്ന് കൂടിയാണ് കെ ബാബുവിനെ മന്ത്രിസഭയിലേക്ക് തിരികെ കൊണ്ടുവരാൻ അല്ലെങ്കിൽ രാജി സ്വീകരിക്കേണ്ടതില്ല എന്ന നിലപാട് സ്വീകരിക്കാൻ ഇടയാക്കിയത്. അതോടൊപ്പം ഹൈക്കോടതി അദ്ദേഹത്തിനെതിരായിട്ടുള്ള വിജിലൻസ് കോടതിയുടെ ഉത്തരവ് സ്റ്റേ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ ആണ് ഇത്തരത്തിലൊരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. സോളാർ കേസിൽ സരിതയുടെ പുതിയ വെളിപ്പെടുത്തലുകൾക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും ഇക്കാര്യം സർക്കാർ അന്വേഷിക്കണമെന്നും UDF യോഗം ആവശ്യപ്പെട്ടിട്ടുണ്ട്. തമ്പാനൂർ രവി സരിതയെ എന്തിന് ഫോണിൽ വിളിച്ചു എന്ന ചോദ്യത്തിന് വ്യക്തമായ മറുപടി നൽകാൻ തങ്കച്ചൻ തയ്യാറായിരുന്നില്ല. ധനവകുപ്പിന്റെ ചുമതലയുള്ള ആൾ തന്നെ ബജറ്റ് അവതരിപ്പിക്കുമെന്നും ആര് തടയാൻ ശ്രമിച്ചാലും അതിനെ നേരിടുമെന്നും PP തങ്കച്ചൻ വ്യക്തമാക്കുകയുണ്ടായി. സൗമ്യ, ദിനകർ, നേരത്തെ തന്നെ ബാബു പറഞ്ഞിരുന്നത് ധാർമ്മികതയുടെ അടിസ്ഥാനത്തിൽ രാജിവെച്ചു എന്ന തരത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ UDF യോഗ ഈ തീരുമാനത്തോടൊക്കെ ബാബുവിന്റെ പ്രതികരണം എങ്ങനെയാണ്? സൗമ്യ, ഇക്കാര്യത്തിൽ കെ ബാബുവിന്റെ ഒരു പ്രതികരണം പുറത്തു വന്നിട്ടില്ല. എന്നിരുന്നാൽ പോലും ധാർമ്മികത അടിസ്ഥാനത്തിൽ താൻ രാജിവെക്കുന്നു എന്നായിരുന്നു കെ ബാബു 23-ാം തീയതി രാജി പ്രഖ്യാപിച്ചുകൊണ്ട് വ്യക്തമാക്കിയത്. അതോടൊപ്പം തന്നെ ഹൈക്കോടതിയിൽ നിന്നും സ്റ്റേ ലഭിച്ച സാഹചര്യം ചൂണ്ടിക്കാട്ടിയായിരിക്കും മന്ത്രിസഭയിലേക്ക് അദ്ദേഹം മടങ്ങിയെത്തുക. സ്വാഭാവികമായും മുഖ്യമന്ത്രിയുടെയും അതോടൊപ്പം തന്നെ UDFന്റെയും സമ്മർദ്ദത്തിന് മുന്നിൽ അദ്ദേഹം വഴങ്ങുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വ്യക്തമായ സൂചന. PP തങ്കച്ചനോട് ഇക്കാര്യം ആവർത്തിച്ച് ചോദിച്ചപ്പോൾ UDFന്റെ തീരുമാനം അല്ലെങ്കിൽ കോൺഗ്രസിന്റെ തീരുമാനം, മുഖ്യമന്ത്രിയുടെ തീരുമാനം കെ ബാബു അംഗീകരിക്കും എന്ന് മാത്രമാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന്റെ രാജി ഒരു കാരണവശാലും സ്വീകരിക്കില്ല എന്ന കടുത്ത നിലപാട് തന്നെയാണ് UDF യോഗത്തിൽ ഉണ്ടായിട്ടുള്ളത്. സ്വാഭാവികമായും ഹൈക്കോടതിയുടെ സ്റ്റേ ചൂണ്ടിക്കാട്ടിയായിരിക്കും കെ ബാബുവിന്റെ രാജിയെ അല്ലെങ്കിൽ രാജിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മറികടക്കാൻ UDFും കോൺഗ്രസും ശ്രമിക്കുക. സൗമ്യ, ദിനകരാണ് വിവരങ്ങൾ നൽകിയത്. KM മാണിയെയും കെ ബാബുവിനെയും മന്ത്രിസഭയിൽ തിരിച്ചെടുക്കാനുള്ള UDFന്റെ തീരുമാനം അധാർമികമാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ഉമ്മൻചാണ്ടിയുടെ തിരക്കഥയാണ് ഈ തീരുമാനത്തിന് പിന്നിൽ. ജനം ഇതുകൊണ്ടൊന്നും UDFനെ വെറുതെ വിടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഉമ്മൻചാണ്ടി തയ്യാറാക്കിയ ഒരു തിരക്കഥക്കനുസരിച്ചുകൊണ്ടാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. താൻ തന്നെ അഴിമതി കേസിൽ പെട്ടപ്പോൾ ബാക്കിയുള്ള മന്ത്രിമാരെ ആദർശത്തിൻ്റെ പേരിൽ മാറ്റി നിർത്തിയ ഉമ്മൻചാണ്ടി അവരൊക്കെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താൻ നിർബന്ധിതനായിരിക്കുകയാണ്. ഇത്ര ദുർബലമായ ഒരു ഗവൺമെൻറ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇത് അധാർമികമാണ്, ജനാധിപത്യ വിരുദ്ധമാണ്, പാർലമെൻ്ററി വ്യവസ്ഥയോടും നീതിന്യായ വ്യവസ്ഥയോടുമുള്ളൊരു വെല്ലുവിളിയാണ് ഉമ്മൻചാണ്ടി ചെയ്യുന്നത്. മാണിയുടെ കാര്യം അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് വിജിലൻസ് കോടതിയുടെ പരിഗണനയിലിരിക്കുകയാണ്. ഇത് തനിക്ക് രക്ഷപ്പെടാൻ ഇങ്ങനെയുള്ളതിൽ പെട്ടവരെല്ലാം എൻ്റെ ചുറ്റും കൂടിക്കൊള്ളൂ എന്നുള്ള നിലപാടാണ് ഉമ്മൻചാണ്ടി ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. ഇതുകൊണ്ടൊന്നും ജനങ്ങൾ ഉമ്മൻചാണ്ടിയെ വെറുതെ വിടാൻ പോകുന്നില്ല. മന്ത്രിസ്ഥാനത്തേക്ക് തിരിച്ചു വരാൻ ധൃതിയില്ല എന്ന് KM മാണി പ്രതികരിച്ചു. വിവരങ്ങളുമായി TP പ്രശാന്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, ഇന്നത്തെ ഏതായാലും മാണിയുടെ വാക്കുകൾ ലഭ്യമാണ്. മാണിയുടെ വാക്കുകളിലേക്ക് പോയ ശേഷം തിരികെത്താം. അതുപോലെ തന്നെ കെ ബാബുവിന്റെ രാജി സ്വീകരിക്കേണ്ടതില്ല, മാണി സാർ തിരിച്ചു മന്ത്രിസഭയിലേക്ക് വരണമെന്നുള്ളതാണ്.
എന്താണ് മനസ്സിലാക്കാൻ? UDF എന്നിൽ അർപ്പിച്ച വിശ്വാസത്തിന് ഞാൻ പ്രത്യേകമായി നന്ദി പറയട്ടെ. പക്ഷേ മന്ത്രിസഭയിലേക്ക് തിരികെ പ്രവേശിക്കുവാൻ എനിക്ക് വലിയ ധൃതിയോ ആഗ്രഹമോ ഇല്ല. പിന്നെ ഇതൊരു പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ വിഷയമായതുകൊണ്ട് എല്ലാ കാര്യങ്ങളും പാർട്ടിയുമായി ആലോചിച്ച് യുക്തമായ തീരുമാനം കൈക്കൊള്ളുന്നതാണ്. ഈ വിഷയത്തിൽ പാർട്ടിയുമായിട്ട് കൊള്ളുന്നില്ല. ടി പി പ്രശാന്ത് ചേരുന്നുണ്ട്. മാണിയുടെ വാക്കുകളുടെ വിവരങ്ങളുമായി. പ്രശാന്ത്, എന്തൊക്കെ കാര്യങ്ങളാണ് മാണി പറഞ്ഞത്? മന്ത്രിസ്ഥാനത്തേക്ക് തിരിച്ചു വരാൻ തനിക്ക് ധൃതിയോ ആഗ്രഹമോ ഒന്നും തന്നെ ഇല്ല. എന്തായാലും UDF വിശ്വാസം തന്നെ അർപ്പിച്ചിരിക്കുകയാണ്. ഈ നന്ദി പറയുന്നു. നേരത്തെ തന്നെ ഈ മാണിയുടെ രാഷ്ട്രീയ ഇരുത്ത നീതിയാണ് നിലനിൽക്കുന്നത് എന്നുള്ള ഒരു കൃത്യമായൊരു നിലപാട് കേരള കോൺഗ്രസ് എടുത്തിരുന്നു. അതിന് തുടർച്ചയായി തന്നെ ആ നിലപാട് മുഖപത്രത്തിലൂടെ തന്നെ പ്രശാന്തിന്റെ ടെലിഫോൺ ലൈൻ ക്ലിയർ അല്ല. ഏതായാലും മന്ത്രിസ്ഥാനത്തേക്ക് തിരികെ എത്താൻ ധൃതിയില്ല, പാർട്ടിയുമായി ആലോചിച്ച് ഉചിതമായ തീരുമാനം എടുക്കും എന്നാണ് മാണി പറഞ്ഞത്. വിജിലൻസ് കോടതി വിധി സസ്പെൻഡ് ചെയ്ത ഹൈക്കോടതി വിധിയെ സമൂഹത്തിലെ പലരും സംശയത്തോടെ കാണുന്നുവെന്ന് പിണറായി വിജയൻ. ജഡ്ജിമാരെ അധിക്ഷേപിക്കരുത്, ഉപയിതായാലും അങ്ങനെ ചെയ്യരുതെന്നും പിണറായി അഭിപ്രായപ്പെട്ടു. സോളാർ കേസിലെ തന്റെ പങ്കാളിത്തം പുറത്തുവരാതിരിക്കാൻ ഉമ്മൻചാണ്ടി എന്ത് നെറുകെട്ട കളിയും കളിക്കുമെന്നും പിണറായി പറഞ്ഞു. തനിക്കെതിരെ വിധി പറഞ്ഞ ജഡ്ജിയെ അനുയായികളെ ഉപയോഗിച്ച് അധിക്ഷേപിക്കുന്ന നടപടി ഉമ്മൻചാണ്ടി അവസാനിപ്പിക്കണമെന്ന് പിണറായി പറഞ്ഞു. ലഭിച്ച പരാതിയിൽ കഴമ്പുണ്ടോ എന്ന് പരിശോധിക്കാൻ മാത്രമാണ് വിജിലൻസ് ജഡ്ജി പറഞ്ഞത്. ഇതിന് 2 മാസത്തേക്ക് സ്റ്റേ അനുവദിച്ച ജസ്റ്റിസ് ഉബൈദിന്റെ നടപടി സംബന്ധിച്ച് ഒരുപാട് സംശയങ്ങൾ ഉയർന്നിട്ടുണ്ടെന്ന് പിണറായി പറഞ്ഞു. അപ്പോൾ ജഡ്ജിയുടെ വിധിയെപ്പറ്റി എന്താണെന്നുള്ളത് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. എന്നാൽ ഒരുപാട് സംശയങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. ആ സംശയമാണ് നിങ്ങൾ ഉന്നയിച്ചത്. ഞാൻ ആ സംശയമായിട്ട് ഉന്നയിക്കുന്നില്ല. പക്ഷേ നിങ്ങളെപ്പോലുള്ള ആളുകൾക്ക് മാത്രമല്ല, സമൂഹത്തിൽ ധാരാളം പേർക്ക് ഈ സംശയം ഉയർന്നു വന്നിട്ടുണ്ട്. സോളാർ തട്ടിപ്പ് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് വരെ ഒരു അന്വേഷണവും നടക്കരുതെന്ന് ഉമ്മൻചാണ്ടി ആഗ്രഹിച്ചു. ഇത് ഹൈക്കോടതി പരിഗണിച്ചാലും ഇല്ലെങ്കിലും ഉമ്മൻചാണ്ടി ആഗ്രഹിച്ചത് നടന്നു. തിരുവനന്തപുരത്ത് വിദേശകാര്യ വിദഗ്ധൻ TP ശ്രീനിവാസനെ കയ്യേറ്റം ചെയ്ത നടപടിയോട് യോജിപ്പില്ലെന്ന് പിണറായി പറഞ്ഞു. അതൊരു അതിർകടന്ന നടപടിയായിട്ടുണ്ട്. അതായത് ശ്രീനിവാസൻ ഇതിനെ പ്രതിനിധീകരിക്കുന്നു എന്നതുകൊണ്ട് ശ്രീനിവാസനോട് പ്രതിഷേധം ഉണ്ടാകാം, അത് വേറെ. അത് വ്യക്തിപരമായ പ്രതിഷേധമല്ലല്ലോ, വ്യക്തിപരമായി ആക്രമിക്കപ്പെടേണ്ട ഒരാളല്ലല്ലോ. വിദ്യാഭ്യാസ രംഗത്തെ വാണിജ്യവൽക്കരണത്തിനെതിരെയുള്ള ജനകീയ സമരങ്ങളെക്കുറിച്ച് അവമതിപ്പുണ്ടാക്കാൻ ഇത് ഇടയാക്കുമെന്നും പിണറായി പറഞ്ഞു. പാലക്കാട് നിന്നും സാലി മുഹമ്മദ്. ഉമ്മൻചാണ്ടിക്കെതിരെ കെ മുരളീധരന്റെ ഒളിയമ്പ്. ചെയ്യാത്ത തെറ്റിനാണ് ആന്റണിയും കരുണാകരനും രാജിവെക്കേണ്ടി വന്നതെന്ന് കെ മുരളീധരൻ. ഇനി ഒരു മുഖ്യമന്ത്രിക്കും ആ ഗതി വരരുതെന്നും മുരളീധരന്റെ ഒളിയമ്പ്. ഞാൻ പറഞ്ഞത് കെ കരുണാകരനും AK ആന്റണിക്കും അവർ ചെയ്യാത്ത കുറ്റത്തിൻ്റെ പേരിൽ ഇറങ്ങിപ്പോണ്ടി വന്നു. ഇനി ഒരു കണ്ണീരോടുകൂടി ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രി ഇറങ്ങിപ്പോകാൻ പാടില്ല. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല. കെ കരുണാകരനെ പിന്നെന്ന് കുത്തിയവരുടെ കണക്കെടുക്കുന്നതിനേക്കാൾ നല്ലത് കുത്താത്തവരുടെ കണക്കെടുക്കുന്ന, അല്ലെങ്കിൽ കൂടുതൽ അതിനെപ്പറ്റി ഒന്നും ഞാൻ പറയുന്നില്ല. 2 ആഴ്ച മുൻപും കോഴപ്പണം തിരികെ ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയെ വിളിച്ചിരുന്നുവെന്ന് സരിത. കോഴപ്പണം തിരികെ നൽകാമെന്ന് മുഖ്യമന്ത്രി നേരിട്ട് ഉറപ്പ് നൽകിയിരുന്നുവെന്നും സരിത പീപ്പിളിന്റെ അന്യോന്യം പരിപാടിയിൽ പറഞ്ഞു. മുഖ്യമന്ത്രിക്കും മറ്റും കോഴ കൊടുത്തത് നിക്ഷേപകരിൽ നിന്ന് സ്വീകരിച്ച പണമെന്ന് സരിത വെളിപ്പെടുത്തി. പ്രദീപ് ഏട്ടനെ നെക്സ്റ്റ് ഡേ തന്നെ വസുദേവ ശർമ്മ, അതായത് CMന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി, അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് വിളിച്ചു വരുത്തി 5 ലക്ഷം രൂപ കയ്യിൽ കൊടുത്തു. ഫസ്റ്റ് 5 ലക്ഷം രൂപ കൊടുത്തിട്ട് ഇത് ഫെനി ബാലകൃഷ്ണനെ ഏൽപ്പിക്കാനും. ശർമ്മയല്ല, CM ആണ് കൊടുത്തത്. തമ്പാനു രവിയാണ് കൊടുത്തത് CMന്റെ നിർദ്ദേശപ്രകാരം. അപ്പം തമ്പാനു രവി വസുദേവ ശർമ്മയുടെ ഫ്രണ്ടിൽ വീട്ടിൽ വെച്ച് പ്രദീപ് ഏട്ടന് കൊടുക്കുകയും പ്രദീപ് കുമാർ അത് കൊണ്ടുവന്ന് ഫെനി ബാലകൃഷ്ണനെ ഏൽപ്പിക്കുകയും ചെയ്തു. സോളാർ അഴിമതി വിഷയം ദേശീയതലത്തിൽ കോൺഗ്രസിനെതിരെയുള്ള ആയുധമാക്കാൻ ഒരുങ്ങുകയാണ് BJP. വരുന്ന ബജറ്റ് സമ്മേളനത്തിൽ ഉമ്മൻചാണ്ടിക്ക് സംരക്ഷണം നൽകുന്ന ഹൈക്കമാൻഡ് നിലപാട് പാർലമെന്റിൽ ഉന്നയിക്കുമെന്ന് BJP കേന്ദ്ര നേതൃത്വം അറിയിച്ചു. സോളാർ കുംഭകോണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കുമെന്ന് BJP നേതാക്കൾ വ്യക്തമാക്കി. ദില്ലിയിൽ വെച്ച് പണം കൈമാറിയെന്ന് സരിത വ്യക്തമാക്കിയതോടെ BJP അനുകൂല സംഘടന നൽകിയ പരാതിയിൽ ദില്ലി പോലീസ് പ്രാഥമിക അന്വേഷണം ആരംഭിച്ചു. വ്യാപമഴിമതിയിൽ BJP മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാനെതിരെയും ലളിത് മോദി വിവാദത്തിൽ മധ്യപ്രദേശ് മുഖ്യമന്ത്രി വസുന്ധര രാജെ സിന്ധ്യക്കെതിരെയും നടപടി ആവശ്യപ്പെട്ടാണ് ഇക്കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനം കോൺഗ്രസ് തമ്പിപ്പിച്ചത്. എന്നാൽ കോടികളുടെ സോളാർ കുംഭകോണത്തിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഹൈക്കമാൻഡ് സ്വീകരിച്ചത്.
സ്വന്തം തട്ടകത്തിൽ അഴിമതിക്കാരനായ നേതാവിനെ സംരക്ഷിക്കുന്ന കോൺഗ്രസ് ഇരട്ടത്താപ്പ് പാർലമെന്റിൽ ചർച്ചയാക്കാൻ ഒരുങ്ങുകയാണ് BJP കേന്ദ്ര നേതൃത്വം. ഇതിന്റെ സൂചനകളും BJP നേതാക്കൾ നൽകി കഴിഞ്ഞു. At the moment, we are demanding the immediate resignation of the Chief Minister, of his whole cabinet. ചാന്ദിനി ചൌക്കിൽ തോമസ് കുരുവിളയ്ക്ക് പണം കൈമാറിയെന്ന് സരിത വെളിപ്പെടുത്തിയതോടെ കത്വാലി പോലീസ് സ്റ്റേഷനിൽ BJP അനുകൂല സംഘടനയായ നവോദയ പരാതി നൽകിയിരുന്നു. ഇതിന്മേൽ പ്രാഥമിക അന്വേഷണം ആരംഭിച്ചതായി ദില്ലി പോലീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ദില്ലി പോലീസ് കമ്മീഷണർ BS ബസിക്കും പരാതി നൽകിയിട്ടുണ്ട്. അതേസമയം സോളാർ അഴിമതിയിൽ CBI അന്വേഷണം എന്ന ആവശ്യം BJP നേതാവ് O രാജഗോപാൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗിനെ അറിയിച്ചു. ഒരു നിഷ്പക്ഷമായിട്ടുള്ള അന്വേഷണം നടത്താൻ വേണ്ടി CBIയുടെ നേതൃത്വത്തിലുള്ള ഒരു അന്വേഷണം തന്നെ നടക്കണം. സർക്കാർ തയ്യാറാകുന്നില്ലെങ്കിൽ CBI അന്വേഷണവുമായി കോടതിയെ സമീപിക്കുമെന്നും BJP വ്യക്തമാക്കി. വരുന്ന ബഡ്ജറ്റ് സമ്മേളനത്തിലടക്കം കോൺഗ്രസിനെതിരെയുള്ള മൂർച്ചയേറിയ ആയുധമായി സോളാർ വിഷയം ഉയർത്തിക്കാട്ടാൻ തന്നെയാണ് BJP കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം. മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും സരിതയും തമ്മിൽ അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്നതിന്റെ തെളിവുകൾ പീപ്പിളിന്. സരിതയുടെ കൈപ്പടയിലുള്ള അപേക്ഷയിൽ മുഖ്യമന്ത്രിയുടെ ഒപ്പും സീലും. EK ബാബുരാജ് എന്ന വ്യക്തിക്ക് വേണ്ടി സരിത എഴുതിയ ശുപാർശ കത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഒപ്പും സീലും ഉള്ളത്. താൻ എഴുതിയ ശുപാർശ കത്ത് മുഖ്യമന്ത്രിക്ക് നൽകിയതായി സരിത സോളാർ കമ്മീഷന് മുന്നിൽ മൊഴി നൽകുകയും ചെയ്തിരുന്നു. പത്തനംതിട്ട ജില്ലയിലെ ആറന്മുള പഞ്ചായത്തിൽ EK ബാബുരാജിന്റെ ഭാര്യ രത്നമ്മ ബാബുരാജിന് വേണ്ടി സരിത തയ്യാറാക്കിയ അപേക്ഷയിലാണ് മുഖ്യമന്ത്രി ഒപ്പുവച്ചിരിക്കുന്നത്. ദീർഘനാളായി റീസർവേക്ക് അപേക്ഷ നൽകിയിട്ടും നടക്കാതെ വന്ന സാഹചര്യത്തിലാണ് പ്രവാസി കൂടിയായ ബാബുരാജിന് വേണ്ടി സരിത ഇടപെട്ടത്. 10/12/2012 സരിത അപേക്ഷ തയ്യാറാക്കുന്നു. ബാബുരാജിന്റെ ആലപ്പുഴയിലെ 12 സെന്റ് സ്ഥലം റീസർവേ ചെയ്യാനായിരുന്നു അപേക്ഷ. 12/12/2012 മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് സരിത അപേക്ഷ നൽകി. മുഖ്യമന്ത്രി അപേക്ഷ ഉടൻ പരിഗണിക്കണമെന്ന് വ്യക്തമാക്കി ആലപ്പുഴ ജില്ലാ കളക്ടർക്ക് കൈമാറി. 13/12/2012 തന്നെ കളക്ടർ അപേക്ഷ സർവേ സൂപ്രണ്ടിന് കൈമാറുന്നു. ഒരാഴ്ചയ്ക്കുള്ളിൽ മുൻഗണനാക്രമം വിട്ട് ബാബുരാജിന് തന്റെ 12 സെന്റ് ഭൂമി റീസർവേ ചെയ്ത് ലഭിക്കുകയും ചെയ്തു. സരിതയെ അറിയുകയില്ല എന്ന മുഖ്യമന്ത്രിയുടെ വാദത്തിനാണ് ഇതോടെ തിരിച്ചടിയാകുന്നത്. റീസർവേ നടത്താൻ താൻ നേരിട്ടാണ് അപേക്ഷ മുഖ്യമന്ത്രിക്ക് നൽകിയതെന്നും ഉടൻ തന്നെ അദ്ദേഹം ഒപ്പുവെച്ച് തന്റെ കയ്യിൽ നൽകിയെന്നും സരിത പറഞ്ഞു. വസ്തു എത്രയും പെട്ടെന്ന് വിറ്റില്ലെങ്കിൽ അവരുടെ കാര്യം പ്രയാസമാകുമെന്നും പറഞ്ഞു. അതേ തുടർന്നാണ് ഞാൻ ഉമ്മൻചാണ്ടി സാറിനെ നേരിട്ട് കണ്ട് എന്റെ കൈപ്പടയിലാണ് ഞാൻ എഴുതിയത്, ഒപ്പ് മാത്രമാണ് ഈ രത്നമ്മ ബാബുരാജിന്റെ ഉള്ളത്. ഞാൻ അദ്ദേഹത്തോട് നേരിട്ട് കാര്യം ധരിപ്പിക്കുകയും അദ്ദേഹം അപ്പോൾ തന്നെ ആ അപേക്ഷയ്ക്കകത്ത് ഒപ്പിട്ട് തരികയും നേരെ എന്റെ കയ്യിൽ തന്നിട്ട് ആലപ്പുഴ കളക്ടറെ നേരിട്ട് ചെന്ന് കാണാൻ പറയുകയും ചെയ്യുകയാണ് ഉണ്ടായത്. തനിക്ക് സരിതയുമായി ബന്ധമുണ്ട് എന്നതിന് എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് മുഖ്യമന്ത്രി ചോദിച്ച പശ്ചാത്തലത്തിലാണ് കത്ത് പുറത്തു വന്നത്. അപേക്ഷയിലുള്ള കൈപ്പട തന്റേതാണെന്ന് തെളിയിക്കാൻ ഏതറ്റം വരെ പോകാനും താൻ തയ്യാറാണെന്നും സരിത വ്യക്തമാക്കി. KG ദിനകർ, തിരുവനന്തപുരം. സരിതയുടെ കത്ത് സ്ഥിരീകരിക്കുന്ന ബാബുരാജിന്റെ സംഭാഷണം പീപ്പിൾ TV പുറത്തുവിട്ടു. ഒരു ദിവസം സരിത ഇവിടെ വന്ന് പറഞ്ഞാൽ അടൂർ പ്രകാശ് അടുത്ത് പോകണ്ട, നമുക്ക് നേരെ മുഖ്യമന്ത്രിയുടെ കൊടുത്തു. ഞാൻ സംസാരിക്കുന്നുണ്ടെങ്കിൽ സരിത സ്വന്തം കൈപ്പടയിൽ എഴുതി, ഇത് ഇവിടെ വന്നിരുന്ന് എഴുതി ഞാൻ ഒപ്പിട്ട് കൊടുത്തു. ഇതിനകത്ത് എനിക്ക് മനസ്സിലാകുന്ന ഈ അപേക്ഷ കൊടുക്കാനുള്ള ചെല്ലാൻ പോലും വാങ്ങിച്ചുകൊണ്ടാണ് വന്നവിടെ. ഇല്ലെങ്കിൽ ആ നമ്പർ ഇടാൻ പറ്റില്ല ഇവിടെ. അങ്ങനെ അത് കൊടുത്തു. 2 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ ബിജു രാധാകൃഷ്ണൻ വിളിച്ച് പറഞ്ഞു, ബാബുരാജ് സാറേ ഇതിങ്ങനെ ശരിയായിട്ടുണ്ട്, മുഖ്യമന്ത്രി ഇത് കളക്ടർക്ക് എഴുതിയിട്ടുണ്ട്. ലെറ്റർ കളക്ടർ തഹസിൽദാരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചോദിച്ചു ഏത് തഹസിൽദാരാണ്? അതൊരു സ്ത്രീയാണ്, അവിടെ നിന്ന് അന്വേഷിക്കാൻ ഈ പേരറിയാമോ? ഞാൻ ചെന്ന് ചോദിച്ചു പിന്നെ ഒരാളെന്ന് പറഞ്ഞു. ഞാൻ ചെന്ന് കണ്ടപ്പം അവർ ഉടനെ തന്നെ ഫയൽ വരുത്തി. ഫയൽ വാസ് ഓൺ ഹെർ ടേബിൾ. മനസ്സിലായി. അങ്ങനെ അത്ര പ്രധാനപ്പെട്ട കേസൊന്നുമില്ല. 4 മാസം കഴിഞ്ഞ് ഞാൻ ഇപ്പം തന്നെ 2 മാസം ഞാൻ കാത്തിരുന്നിട്ട് അത് പോകുന്നതിന്. അങ്ങനെ അപ്പം തന്നെ ഒരു ഓർഡർ ഇട്ടു. പിറ്റേ ദിവസം മറ്റേ അളന്നു തരികയും ചെയ്തു. ആഗോള വിദ്യാഭ്യാസ സംഗമത്തിനെതിരെയുള്ള ഉപരോധ സമരത്തിനിടെ TP ശ്രീനിവാസനെ മർദ്ദിച്ച SFI തിരുവനന്തപുരം ജില്ലാ വൈസ് പ്രസിഡന്റ് ശരത് JSനെ തലസ്ഥാനത്ത് നിന്ന് നീക്കി. SFI സംസ്ഥാന കമ്മിറ്റിയുടേതാണ് നടപടി. സംഭവിക്കാൻ പാടില്ലാത്തതും ആവർത്തിക്കാൻ പാടില്ലാത്തതുമായ ദൗർഭാഗ്യകരമായ സംഭവമാണ് ഉണ്ടായത്. ഒരു നയത്തിനെതിരായ സമരമാണ് SFI നടത്തിയത്, ഒരു വ്യക്തിക്കെതിരായിട്ടായിരുന്നില്ല എന്നും ഇത്തരം നടപടികൾ പ്രോത്സാഹിപ്പിക്കുന്ന പ്രസ്ഥാനമല്ല SFI എന്നും സംസ്ഥാന കമ്മിറ്റി പ്രസ്താവനയിൽ അറിയിച്ചു. സംഭവത്തിൽ SFI ഇന്നലെ തന്നെ ഖേദം പ്രകടിപ്പിച്ചിരുന്നു. ജനങ്ങളാണ് രാജ്യത്തെ ചരിത്രം നിർമ്മിക്കുന്നത്. ഈ രാജ്യത്തെ കാര്യങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ ജനങ്ങൾ സംഘടിക്കണം. ചരിത്രം ഒരു ഓർമ്മപ്പെടുത്തലാണ്, ഒപ്പം ഭാവിയിലേക്കുള്ള ഒരു തിരുത്തൽ രേഖയും. പുതിയ ചിന്ത,
പുതിയ കർമ്മം, പുതിയ കേരളം. പങ്കെടുക്കൂ, അണിചേരൂ ഈ ബഹുജന മുന്നേറ്റത്തിൽ. പിണറായി വിജയൻ നയിക്കുന്ന നവകേരള മാർച്ച് തൃശൂർ ജില്ലയിൽ പര്യടനം നടത്തുന്നു. വിവരങ്ങളുമായി സാലിഹ് മുഹമ്മദ് ചേർന്നുണ്ട്. സാലി, ഇന്നിപ്പോൾ എവിടെയാണ് പര്യടനം എത്തി നിൽക്കുന്നത്? ഏതൊക്കെ പ്രദേശങ്ങളിലാണ് സ്വീകരണം നൽകുക? സൗമ്യ, ഇന്ന് നവകേരള മാർച്ച് പ്രയാണം ആരംഭിച്ചിട്ട് 16ാം ദിവസമാണ്. വടക്കൻ കേരളത്തിലെ പര്യടനം പൂർത്തിയാക്കി ഇന്ന് മധ്യ കേരളത്തിലേക്ക് ജാഥ പ്രവേശിച്ചു എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. 6 ജില്ലകളിലെ പര്യടനം പൂർത്തിയാക്കി 7ാമത് ജില്ലയായ തൃശ്ശൂരിൽ ഇന്ന് ജാഥ പ്രയാണം ആരംഭിച്ചിരിക്കുന്നു. രാവിലെ ജില്ലാ അതിർത്തിയായ പ്ലാഴിയിൽ ആവേശകരമായ സ്വീകരണമാണ് ജാഥയ്ക്ക് ലഭിച്ചത്. CPIന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ബേബി ജോണിന്റെ നേതൃത്വത്തിൽ ജില്ലാ സെക്രട്ടറി AC മൊയ്തീൻ, MLA-മാരായ K രാധാകൃഷ്ണൻ, PD ദേവസി, പ്രൊഫസർ P രവീന്ദ്രനാഥ്, ഗീതാ ഗോപി, KV അബ്ദുൽ ഖാദർ തുടങ്ങിയ MLA-മാരുടെ നേതൃത്വത്തിൽ ആയിരക്കണക്കിന് പ്രവർത്തകരാണ് ജില്ലാ അതിർത്തിയിൽ ജാഥയെ വരവേറ്റ് കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശൂർ ജില്ലയിലേക്ക് ആനയിച്ചത്. ആദ്യ സ്വീകരണ കേന്ദ്രം ചേലക്കരയായിരുന്നു. ചേലക്കരയുടെ രാഷ്ട്രീയ പക്ഷപാതിത്വം, ചേലക്കരയുടെ രാഷ്ട്രീയ സ്വഭാവം വ്യക്തമാക്കുന്ന തരത്തിലുള്ള വലിയ ജനക്കൂട്ടമായിരുന്നു ചേലക്കരയിൽ ഉണ്ടായിരുന്നത്. ചേലക്കരയുടെ ഇടതുപക്ഷ മനസ്സ് അരക്കെട്ടുറപ്പിക്കുന്ന തരത്തിൽ ചെങ്കൊടികളുമേന്തി ആയിരങ്ങളാണ് പിണറായി വിജയനെ വരവേൽക്കാനായി അവിടെ എത്തിയിരുന്നത്. ഏതാണ്ട് 1.5 മണിക്കൂർ വൈകിയാണ് ജാഥ എത്തിയതെങ്കിലും ആയിരങ്ങൾ അവിടെ പിണറായിയെ കാത്തുനിന്നു. മാത്രവുമല്ല, ഏറെ നേരം പിണറായി സമകാലിക രാഷ്ട്രീയ സംഭവവികാസങ്ങൾ, സോളാർ ബാർ കേസുകളിലുള്ള CPIന്റെ നിലപാടെല്ലാം വിശദമാക്കി സംസാരിക്കുകയും ചെയ്തു. ഇനി അടുത്ത സ്വീകരണ കേന്ദ്രം വടക്കാഞ്ചേരി നിയമസഭാ മണ്ഡലത്തിന്റെ ഭാഗമായ ഓട്ടുപാറയിലാണ്. ഏതാണ്ട് 4 മണിയോടുകൂടി പിണറായി വിജയൻ ഓട്ടുപാറയിൽ എത്തിച്ചേരും. തുടർന്ന് കുന്നംകുളത്തും അതിനുശേഷം തൃശൂർ നഗരത്തിലുമാണ് സ്വീകരണം. തൃശൂർ ജില്ലയിലെ ആദ്യ ദിവസത്തെ പര്യടനത്തിന് സമാപനമാവുക തൃശൂർ നഗരത്തിലാണ്. ഇന്ന് രാവിലെ വടക്കഞ്ചേരിയിൽ വിവിധ മേഖലകളിൽപ്പെട്ട പ്രമുഖരുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് പിണറായി ജാഥാ പ്രയാണം ആരംഭിച്ചത്. കായിക മേഖലയിൽ നിന്നുള്ളവരും യുവജന സംഘടനാ പ്രതിനിധികളുമാണ് ഇന്നത്തെ രാവിലത്തെ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തത്. ഏതായാലും അല്പസമയത്തിനകം വടക്കാഞ്ചേരി നിയമസഭാ മണ്ഡലത്തിന്റെ ഭാഗമായ ഓട്ടുപാറയിൽ ജാഥ എത്തിച്ചേരും. സാലിഹ് മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. സ്പോർട്സ് വാർത്തകളിലേക്ക്. ദേശീയ സ്കൂൾ ഗെയിംസിന്റെ 2ാം ദിനമായ ഇന്ന് 14 ഫൈനലുകളാണ് നടക്കുക. 400 മീറ്റർ അടക്കമുള്ള ഗ്ലാമർ ഇനങ്ങളിലാണ് കേരളം സ്വർണം പ്രതീക്ഷിക്കുന്നത്. മനു ചേർന്നുണ്ട് വിവരങ്ങളുമായി. മനു, കേരളത്തിന് പ്രതീക്ഷയുള്ള ഇനങ്ങൾ, ഒപ്പം മീറ്റിന്റെ മറ്റു വിവരങ്ങളും. തീർച്ചയായിട്ടും സമയം 400 മീറ്റർ മത്സരങ്ങൾ ഇപ്പോൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. കേരളം ഇതിൽ ഇപ്പോൾ ഏറ്റവും അവസാനം പൂർത്തിയായത് സീനിയർ പെൺകുട്ടികളുടെ 400 മീറ്ററാണ്. അതിൽ കേരളത്തിലെ ഷഹർബാന സിദ്ദിഖ് സ്വർണം നേടിയിട്ടുണ്ട്. ഒപ്പം തന്നെ ജൂനിയർ പെൺകുട്ടികളുടെ 400 മീറ്ററിൽ സ്നേഹ AK സ്വർണം നേടി. ഒപ്പം തന്നെ സബ് ജൂനിയർ ഗേൾസിൽ കേരളത്തിലെ വെള്ളി കൊണ്ടും തൃപ്തിപ്പെടേണ്ടി വന്നു. വെള്ളി നേടി ചിത്രയും, ഒപ്പം തന്നെ വെങ്കലം നേടിയത് ചാന്ദ്രിയുമാണ്. അതേസമയം അപ്രതീക്ഷിതമായി കേരളത്തിന് ഫീൽഡിൽ നിന്ന് ഒരു മെഡൽ വന്നിരിക്കുന്നത്. ഷോട്ട്പുട്ടിൽ ജൂനിയർ പെൺകുട്ടികളുടെ ഷോട്ട്പുട്ടിൽ മേഘ മറിയം 10.6 മീറ്റർ കഴിഞ്ഞ് സ്വർണം നേടിയിരിക്കുന്നു. ഒപ്പം ലോങ് ജമ്പിൽ ജോസഫ് സ്വർണം ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. പോൾ വാക്കിലും കേരളം സ്വർണം ഉറപ്പിച്ചു കഴിഞ്ഞാണ് നമുക്ക് നിലവിൽ അറിയാൻ കഴിയുന്നത്. ഇത് നമ്മുടെ കേരളത്തിന് 9 സ്വർണവുമായി കേരളം 1ാം സ്ഥാനത്തേക്ക് തന്നെയാണ്. എതിരാളികളെ ബഹുദൂരം പിന്തള്ളിക്കൊണ്ട് മുന്നേറുന്ന കാഴ്ചയാണ്. ഇപ്പോൾ സീനിയർ ആൺകുട്ടികളുടെ 400 മീറ്ററാണ് നടക്കുന്നത്. കേരളത്തിന് മെഡൽ പ്രതീക്ഷയുള്ള ഒരു ഇനം തന്നെയാണ്. ആൽബിൻ ബാബു കേരളത്തിന് വേണ്ടി മത്സരിക്കുന്നുണ്ട്. അതായത് 400 മീറ്ററിൽ കേരളം ആധിപത്യം നിലനിർത്തിയിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ. നിലവിൽ 9 സ്വർണവുമായി കേരളം മുന്നോട്ട് കുതിക്കുന്നു എന്നുള്ള ഏറ്റവും പുതിയ വിവരമാണ് നമുക്ക് നൽകാനുള്ളത്. മനു ആണ് വിവരങ്ങൾ നൽകിയത് മീറ്റിന്റെ.